കീം 2024 എഞ്ചിനീയറിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം മുകളിലത്തെ ഓപ്ഷൻസ് കിട്ടുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന കുട്ടികളുടെ ഒരു ചോദ്യമാണ്. ഇനി ആരെങ്കിലുമൊക്കെ ഒഴിഞ്ഞു പോയാലല്ലേ നമുക്ക് ചാൻസ് ഉള്ളൂ. എങ്ങനെയാണിനി കുട്ടികൾ ഒഴിഞ്ഞു പോകുക? അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 5 കാറ്റഗറിയിൽ ഉള്ള കുട്ടികളായിരിക്കും ഇനി ഒഴിഞ്ഞ് പോകാനായിട്ട് അലോട്ട്മെൻറ്റ് 2ലും 3ലൊക്കെ ഉള്ള സാധ്യത. NIT IIT ബാച്ചെല്ലാം അഡ്മിഷൻ എടുത്തു. ഇനി അവരാരും കീമിൽ ഉണ്ടാവില്ല. അത് ഓൾറെഡി അലോട്ട്മെൻറ്റ് 1ന് മുമ്പ് തന്നെ അവരാരും പങ്കെടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ അമൃത, VIT, MIT അതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്കും അങ്ങനെ തന്നെ VIT അവിടെയൊക്കെ കുട്ടികൾ ഫുൾ പൈസ കൊടുത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരും ഈ അലോട്ട്മെൻറ്റ് 1ൽ മിക്കവാറും ആൾക്കാരും പങ്കെടുത്തിട്ടില്ല. ഒന്നാമത്തെ കാറ്റഗറി നീറ്റ് എഴുതിയ കുട്ടികളുടെ കൗൺസിലിംഗ് ഒക്കെ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് പേര് തീർച്ചയായിട്ടും ഇവിടെ അലോട്ട്മെൻറ്റ് 1ൽ അവർ ടോക്കണൊക്കെ കൊടുത്തിരിപ്പുണ്ടാവും. കാരണം അവർക്ക് ചിലർക്ക് നല്ലൊരു സംശയം ഉണ്ടാവും, BDS ആയിരിക്കും അല്ലെങ്കിൽ MBBS ആയിരിക്കും. ആ ബോർഡർ ലൈനിലുള്ള കുട്ടികളൊക്കെ ഒരു സീറ്റ് ഇവിടെ എഞ്ചിനീയറിങ്ങിന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു ബാച്ച് നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് MBBS ഉറപ്പായിട്ടും കിട്ടുമ്പോൾ അവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതുപോലെ തന്നെ BDS കിട്ടിയ കുട്ടികൾ നീറ്റിൻ്റെ അടുത്ത കൗൺസിലിംഗ് റൗണ്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരും ഇതിൽ പിന്നെയും കുറച്ച് ഒരു അലോട്ട്മെൻറ്റിലെങ്കിലും കൂടെ തുടരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരും അവരുടെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് 3 അവരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഈ ജോസ കൗൺസിലിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, NITസിലേക്കും IITസിലേക്കും ഉള്ളത്, അതിൽ കുറച്ച് പേര് അവർക്ക് ഉദ്ദേശിച്ച IIT കിട്ടാതെയോ അവർക്ക് ഉദ്ദേശിച്ച NIT കിട്ടാതെയോ കാരണം കൊണ്ട് അവർ ഇവിടെ അലോട്ട്മെൻറ്റ് 1ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരുടെ CSAB എന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. അതിൻ്റെ റിസൾട്ടൊക്കെ ഓഗസ്റ്റ് 5-6 ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഏതാനും സീറ്റുകൾ പല NITകളിലേക്കും അതുപോലെ തന്നെ IIIT അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് പോലെ സെൻട്രലൈസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു കൗൺസിലിംഗ് ആണ്. അതിൽ നിന്ന് കുറച്ച് കുട്ടികൾ അവർ ഉദ്ദേശിച്ച സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് 2 മുതൽ നമ്മുടെ കീമിലുണ്ടാവില്ല. അതുപോലെ CUET സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പരീക്ഷയ്ക്ക് എഴുതി റിസൾട്ടൊക്കെ വന്ന് കൗൺസിലിംഗ് പ്രോസസ്സ് ആരംഭിക്കുകയായി. അവിടേക്ക് കുറച്ച് കുട്ടികൾ പോകുമ്പോൾ, ഉദാഹരണത്തിന് നല്ല സയൻസ് സബ്ജക്ട്സ് ടോപ്പ് ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഞ്ചിനീയറിംഗ് റാങ്ക് കുറച്ച് താഴെ ഉള്ള സ്ഥിതിക്ക് അവർക്കത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവരിവിടുന്ന് അലോട്ട്മെൻറ്റ് 2ലും 3ലും ഉണ്ടാവില്ല. പിന്നെ ഐസറിൻ്റെ ചില കൗൺസിലിംഗ് പ്രോസസ്സുകൾ അവസാന ഘട്ടത്തിലാണ്. ചെറിയൊരു ശതമാനം കുട്ടികൾ, വളരെ കുറച്ച് കുട്ടികൾ ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോവാം. ഇനി ഇതിലൊന്നിലും പെടാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്. അവർക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. പക്ഷേ അവർ വിചാരിച്ച ബ്രാഞ്ച് കിട്ടിയേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ ലോക്കായി കിടക്കുന്നുണ്ടാവും. പക്ഷേ ഒരു 80% അവരുടെ മനസ്സ് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു, റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അവർ അതിൻ്റെ പഠനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി. ആ കുട്ടികൾ ഒരു 2ാമത്തെ അലോട്ട്മെൻറ്റൊക്കെ കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയില്ല എന്ന് ഓർത്ത് അവർ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പതുക്കെ പോകും. പ്രത്യേകിച്ച് 2ാമത്തെ അലോട്ട്മെൻറ്റിൽ കോളേജിൽ ഫുൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2023 ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതൊരു നല്ലൊരു ശതമാനം കോളേജുകൾ, ഇപ്പോൾ ഡയറി സയൻസ് പോലെയുള്ള നോൺ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള കോളേജുകൾ ഒഴിച്ചാൽ നമ്മളെടുത്തിരിക്കുന്ന ഒരു ഒട്ടുമിക്ക എല്ലാ റാങ്കുകളും കവറായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് 1ൽ വന്നിരിക്കുന്ന ഏകദേശം 20,500 പേർക്കാണ് അലോട്ട്മെൻറ്റ്. 2023 കാര്യമായിട്ട് ഞാൻ പറയണേ. പക്ഷേ അത് ഫേസ് 3ലേക്ക് പോയപ്പോഴോ 16,000 ചില്ലാൻ കുട്ടികളാണ് അവസാനം അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തത്. അപ്പോൾ ഒരു 4,000 പേര്, 4,300 സംതിങ് പേര് ഫേസ് 1നും 3യുടെ ഇടയിൽ വിട്ടുപോയി. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യത്തെ 1000 റാങ്കിൽ 214 പേരാണ്, ഞാൻ അവസാനത്തെ കോളുണ്ടല്ലോ ഓപ്റ്റഡ് ഔട്ട്, 214 പേരാണ് പങ്കെടുക്കാതിരുന്നത് ഫേസ് 3 ആയപ്പോഴേക്കും. അതുപോലെ തന്നെ 1000-നും 3000 ഇടയ്ക്ക് 280-300ഓളം കുട്ടികൾ പങ്കെടുത്തിട്ടില്ല. 3000-നും 5000-നും ഇടയ്ക്ക് 246 പേര് പങ്കെടുത്തില്ല. പിന്നെ 5000-നും 10,000-നും ഇടയ്ക്ക് 500 ചില്ലാൻ പേര് പങ്കെടുത്തില്ല. അങ്ങനെ നോക്കുകയാണെന്നില്ല ഏകദേശം 20,000-ന് മുകളിലായിട്ട് 2,200 പേര് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. 10,000-നും 20,000-ൻ്റെ ഇടയ്ക്ക് ഒരു 800 പേര്. ബാക്കി ഈ പറഞ്ഞ 1,200 പേര് 10,000-ൻ്റെ ഉള്ളിൽ റാങ്ക് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏകദേശം ഈ കണക്കുകൾ കഴിഞ്ഞ വർഷത്തേക്ക് സൂചിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ
നീറ്റ്, CUET, റിപ്പീറ്റേഴ്സ് ഈ ബാച്ചാണ് അവസാനം വരെ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ നിൽക്കുകയും അവസാന നിമിഷത്തിൽ അവർ ഇവിടെ നിന്ന് മാറി പോവുകയും ചെയ്യുക. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലത്തെ ഡാറ്റ കാണിക്കാൻ കാരണം ഇനി ഇതിങ്ങനെയാണോ നടക്കാറ് സാധാരണ എന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. എക്സാക്ട്ലി ഈ നമ്പറുകളൊന്നും ആയിരിക്കണം എന്നില്ല ഈ വർഷത്തെ, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കാണാറ്. പിന്നെ കീമിൻ്റെ കൗൺസിലിങ്ങും മറ്റുള്ള സ്ഥാപനങ്ങളിലെ കൗൺസിലിങ്ങും തമ്മിൽ ഓവർലാപ്പ്, ഡിലേ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു സാധാരണ നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം മാറ്റങ്ങളും ഇത്തരം എണ്ണം കുട്ടികളൊക്കെ ഒഴിഞ്ഞു പോകുന്ന നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റുകളിൽ ഒഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ ആ സീറ്റിൽ വരുന്ന വേക്കൻസിയിലേക്കാണ് നമ്മുടെ വെയിറ്റിംഗ് അല്ലെങ്കിൽ ആ ഓപ്ഷൻസ് അനുസരിച്ച് കുട്ടികൾ കയറി പോകുന്നതും ലാസ്റ്റ് റാങ്കിൽ മാറ്റങ്ങൾ അലോട്ട്മെൻറ്റുകളിൽ വരുന്നതിനുള്ള കാരണം നമുക്ക് ഏകദേശം ഒരു രൂപം പിടികിട്ടി എന്ന് ധരിക്കുന്നു. താങ്ക് യു.